നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, ശില്പ, അനന്യ സന്ദീപ്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. രഞ്ജിത്ത് അരുംകൊല, 14 പ്രതികൾക്ക് കഴുമരം. ഭരണഘടനാ ആമുഖം, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. പോലീസ് പെരുമാറ്റ സർക്കുലർ കർശനമായി നടപ്പാക്കണം. തലസ്ഥാനത്തെ തീപിടുത്തങ്ങൾക്ക് കാരണം കണ്ടെത്താൻ പഠനം. കോളേജിൽ മില്ലറ്റ് കൃഷി വിജയം, ഇനി നാട്ടിലേക്ക്. രാഷ്ട്രം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ശിവലിംഗത്തിന് ശാസ്ത്രീയ സർവേ, ഹർജിയിൽ നോട്ടീസ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ഏറ്റുമുട്ടൽ, 3 ജവാന്മാർക്ക് വീരമൃത്യു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. രഞ്ജിത്ത് അരുംകൊല, 14 പ്രതികൾക്ക് കഴുമരം. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസനെ വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് നിഷ്കരണം വെട്ടിക്കൊന്ന കേസിലെ 15 പ്രതികളിൽ 14 പേർക്കും വധശിക്ഷ. ആശുപത്രിയിലുള്ള ശേഷിക്കുന്നയാളുടെ ശിക്ഷ പിന്നീട് വിധിക്കും. ഇതോടെ പ്രതികളിൽ ഒന്നാകെ തൂക്കിലേറ്റാൻ വിധിക്കുന്ന രാജ്യത്തെ അപൂർവം കേസിലൊന്നായി മാറി. പോപ്പുലർ ഫ്രണ്ട് SDP ഐക്കാരാണ് പ്രതികൾ. ഒരേ കേസിൽ കൂട്ടവധശിക്ഷ കേരളത്തിൽ ആദ്യമാണ്. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി VG ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത്. വധശിക്ഷയ്ക്ക് പുറമെ 1 മുതൽ 8 വരെ പ്രതികൾക്ക് ജീവപര്യന്തവും 15 വർഷം തടവും, 9 മുതൽ 15 വരെ പ്രതികളിൽ 10ാം പ്രതിക്കൊഴികെ 8 വർഷം തടവുമുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 2 ലക്ഷം വീതം പിഴയും മറ്റുള്ളവർക്ക് ഓരോ ലക്ഷം പിഴയും വിധിച്ചു. പിഴത്തുകയിൽ 6 ലക്ഷം രൂപ രഞ്ജിത്തിന്റെ മാതാവിനും ഭാര്യയ്ക്കും മക്കൾക്കും നൽകണം. അപൂർവങ്ങളിൽ അപൂർവം കേസായി പരിഗണിച്ച കോടതി കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ലാത്തവരെയും തുല്യം പങ്കാളികളാണെന്ന് നിരീക്ഷിച്ചാണ് എല്ലാവരെയും തൂക്കിലേറ്റാൻ വിധിച്ചത്. പ്രതികൾ ദയ അർഹിക്കുന്നില്ലെന്നും പറഞ്ഞു. ഭരണഘടനാ ആമുഖം, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പാക്കുന്നതിനും വ്യക്തിയുടെ അന്താരാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്നതിനും സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ ഒപ്പുവെച്ച് 1949 നവംബറിന്റെ ഈ 26ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. പോലീസ് പെരുമാറ്റ സർക്കുലർ കർശനമായി നടപ്പാക്കണം. ജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റം സംബന്ധിച്ച് ജനുവരി 30-ന് ഇറക്കിയ സർക്കുലറിലെ നിർദ്ദേശങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. ഓൺലൈനായി കോടതിയിൽ ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനോടാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. പുതിയ സർക്കുലർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ജനങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നത് ഒഴിവാക്കാൻ 1965 മുതൽ പോലീസ് സേനയിൽ 10ഓളം സർക്കുലറുകൾ ഇറങ്ങിയിട്ടുണ്ട്. മോശം പെരുമാറ്റം തുടരുകയാണെന്നാണ് സർക്കുലർ ആവർത്തിക്കുന്നതിന്റെ അർത്ഥമെന്ന് വിലയിരുത്തിയ കോടതി ഇനിയൊരു സർക്കുലറിന് ഇടവരുത്തരുതെന്ന് ഓർമ്മിപ്പിച്ചു. നിർദ്ദേശങ്ങൾ നടപ്പാക്കി 3 ആഴ്ചയ്ക്കകം കോടതിയെ അറിയിക്കണം. പോലീസ് സേനയെ ശുദ്ധീകരിക്കാനുള്ള യത്നത്തിലാണ് DGP കോടതിയെ അറിയിച്ചു. തലസ്ഥാനത്തെ തീപിടുത്തങ്ങൾക്ക് കാരണം കണ്ടെത്താൻ പഠനം. തലസ്ഥാനത്തെ തീപിടുത്തങ്ങൾക്ക് കാരണം കണ്ടെത്താൻ പഠനം നടത്താനൊരുങ്ങി ഫയർഫോഴ്സ്. മറ്റു ജില്ലകളെ അപേക്ഷിച്ച് തിരുവനന്തപുരത്ത് തീപിടുത്തങ്ങളുടെ എണ്ണം കൂടുതലാണ്. ഇതേ തുടർന്ന് പഠനം നടത്താൻ ഫയർഫോഴ്സ് തീരുമാനിച്ചു. കണക്കുകൾ പ്രകാരം 2023 ജില്ലയിൽ 1706 തീപിടുത്ത അപകടങ്ങളാണ് നടന്നത്. എന്നാൽ മുൻ വർഷങ്ങളിൽ ഇത് കൂടുതലായിരുന്നു. 2021 ജില്ലയിൽ 3124 തീപിടുത്ത അപകടങ്ങൾ നടന്നപ്പോൾ 2022 3500 അപകടങ്ങളാണ് ഉണ്ടായത്. 2 വർഷത്തിനിടയിൽ 2000-ലധികം ജീവൻ രക്ഷിക്കാൻ ഫയർഫോഴ്സ് സംഘത്തിന് സാധിച്ചു. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മൂലം ജില്ലയിലെ തീപിടുത്തങ്ങൾ കുറഞ്ഞുവെന്ന് ഫയർഫോഴ്സ് പറയുന്നു.
എന്നിരുന്നാലും മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഈ കണക്ക് മുന്നിലാണ്. മറ്റെല്ലാ ജില്ലകളിലും തീപിടുത്തങ്ങളുടെ എണ്ണം 1500-ൽ താഴെയാണ്. എറണാകുളം, കാസർഗോഡ്, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ 1000 മുതൽ 1500 വരെ തീപിടുത്ത അപകടങ്ങളുടെ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും 1000-ലും താഴെയാണ്. കോളേജിൽ മില്ലറ്റ് കൃഷി വിജയം. ഇനി നാട്ടിലേക്ക്. കോളേജ് വളപ്പിൽ വിജയിച്ച മില്ലറ്റ് കൃഷി സമീപ പ്രദേശങ്ങളിൽ വ്യാപിപ്പിച്ച് വീട്ടമ്മമാർക്ക് ജീവിതമാർഗം ഒരുക്കാൻ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. തൃക്കാക്കര ഭാരതമാതാ കോളേജിലെ ചുണക്കുട്ടികളാണിവർ. ഈ വെള്ളിയാഴ്ച തുടങ്ങുന്ന ഭാരതിയോൺ ദേശീയ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ സോഷ്യൽ വർക്ക് വകുപ്പിലെ 2ാം വർഷ വിദ്യാർത്ഥികളാണ് കൃഷി ഇറക്കിയത്. നവംബർ ആദ്യം തിന, കുതിരവാലി, മണിച്ചോളം എന്നിവയുടെ വിത്തിട്ടു. 1.5 സെന്റിലെ വിള കൊയ്യാൻ പാകമായി നിൽക്കുന്നു. കോളേജിന് സമീപത്തെ കോളനികളിലും ഗ്രാമങ്ങളും കേന്ദ്രീകരിച്ച് കൃഷി വ്യാപിപ്പിക്കും. ഇതിന് കൃഷി വകുപ്പിന്റെ സഹായം തേടും. കോളേജിൽ കൂടുതൽ സ്ഥലത്ത് കൃഷി ഇറക്കി വിത്ത് കുറഞ്ഞ നിരക്കിൽ നൽകും. കൃഷിക്ക് ചെറിയ സ്ഥലം മതിയെന്നതാണ് മില്ലറ്റ് കൃഷിയുടെ മെച്ചം. ചെലവും കുറവ്. കോളേജിൽ 1.5 സെന്റിലെ മില്ലറ്റ് കൃഷിക്ക് ചെലവായത് 4000 രൂപ മാത്രം. രാഷ്ട്രം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15-ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി 2 വർഷത്തിനു ശേഷം 1950 ജനുവരി 26-നാണ് രാജ്യം റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ഡോക്ടർ ബി.ആർ. അംബേദ്കർ ചെയർമാനായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയ ഭരണഘടന നിലവിൽ വന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിച്ചു വരുന്നത്. 1930 ജനുവരി 26-ന് ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ ദിനമാണ് പിന്നീട് റിപ്പബ്ലിക് ദിനമായി പ്രഖ്യാപിച്ചത്. ഭരണഘടന രൂപീകരിക്കുന്നതിന് വേണ്ടി 1947 ഓഗസ്റ്റ് 29-നാണ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അംബേദ്കറെ ചെയർമാനായും തെരഞ്ഞെടുത്തു. 1950 ജനുവരി 24-ന് 308 അംഗങ്ങൾ ഒപ്പുവെച്ച ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതിയാണ് കമ്മിറ്റി സമർപ്പിച്ചത്. ജനുവരി 26-ന് ഈ ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തു. എല്ലാ വർഷവും രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ 3 സൈനിക വിഭാഗത്തിന്റെയും പരേഡുകൾ നടക്കാറുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ത്യ ഗേറ്റിന് മുന്നിൽ പതാക ഉയർത്തുന്നതോടെയാണ് റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ഇത്തവണ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യ അതിഥിയായി വന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ആണ്. ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യം കാണിക്കുന്ന ഒരുപാട് കാഴ്ചകളും റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി ഓരോ വർഷവും പ്രദർശിപ്പിക്കപ്പെടുന്നു. നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിൽ എണ്ണമറ്റ മനുഷ്യരുടെ പോരാട്ടവും ത്യാഗവുമാണുള്ളത്. ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യം ആസ്വദിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ധീരരായ സ്വാതന്ത്ര്യ സമര പോരാളികളെ ത്യാഗങ്ങളെ ബഹുമാനിക്കുക. വിദേശ ശക്തികൾക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തെല്ലും പറയാതെ നേടിയ സ്വാതന്ത്ര്യം സംരക്ഷിക്കേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ്. രാജ്യം അഭിമാനത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആശംസിക്കാം. സന്തോഷം നിറഞ്ഞ റിപ്പബ്ലിക് ദിനം. നമ്മുടെ ധീര രക്തസാക്ഷികളെ നമുക്ക് അഭിവാദ്യം ചെയ്യാം. ശിവലിംഗത്തിന് ശാസ്ത്രീയ സർവേ, ഹർജിയിൽ നോട്ടീസ്. ഗ്യാൻവാബി മസ്ജിദിലെ വാട്ടർ ടാങ്കിൽ കണ്ടെന്ന് അവകാശപ്പെടുന്ന ശിവലിംഗത്തെ ശാസ്ത്രീയ സർവേക്ക് വിധേയമാക്കണമെന്ന ഹൈന്ദവ കക്ഷികളുടെ ആവശ്യത്തിൽ നോട്ടീസ് അയക്കാൻ അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു. മസ്ജിദ് കമ്മിറ്റിക്ക് നോട്ടീസ് അയക്കാനാണ് ജസ്റ്റിസ് രോഹിത് രഞ്ജൻ അഗർവാളിന്റെ നിർദ്ദേശം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിശോധന നടത്തണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ശിവലിംഗം കണ്ടെന്ന് പറയുന്ന മേഖലയിൽ ഒഴികെ ശാസ്ത്രീയ സർവേക്ക് വാരണാസി ജില്ലാ കോടതി ഉത്തരവിട്ടിരുന്നു. മേഖല മുദ്ര വെച്ച് സംരക്ഷിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശമുള്ളതിനാൽ സർവേ നടത്തണമെന്ന ആവശ്യത്തിൽ ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു ജില്ലാ കോടതി നിലപാട്. ഇതിനെ ചോദ്യം ചെയ്താണ് ഹർജിക്കാരി രാഖി സിംഗ് ഹൈക്കോടതിയെ സമീപിച്ചത്. മസ്ജിദിലെ പ്രാർത്ഥനയ്ക്ക് മുൻപായി വിശ്വാസികൾ അംഗശുദ്ധി വരുത്തുന്ന സ്ഥലമായ ഉദ്ഖാനിൽ കണ്ടെത്തിയത് ശിവലിംഗമല്ല, ജലധാരയാണെന്നാണ് മസ്ജിദ് കമ്മിറ്റിയുടെ നിലപാട്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ഏറ്റുമുട്ടൽ, 3 ജവാന്മാർക്ക് വീരമൃത്യു, 14 പേർക്ക് പരിക്ക്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 3 ജവാന്മാർക്ക് വീരമൃത്യു,
14 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. സുക്മ ബിജാപൂർ അതിർത്തിയിലാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. മാവോയിസ്റ്റുകളുടെ ശക്തകേന്ദ്രമായ തെക്കൽഗുഡ് ഗ്രാമത്തിൽ കഴിഞ്ഞ ദിവസം സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പുതിയ ക്യാമ്പ് ആരംഭിച്ചിരുന്നു. പിന്നാലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, CRPFന്റെ കോബ്ര യൂണിറ്റ് എന്നിവർ സംയുക്തമായി പ്രദേശത്ത് തിരച്ചിൽ തുടങ്ങി. ഇതോടെ മാവോയിസ്റ്റുകൾ വെടിതീർക്കുകയായിരുന്നുവെന്ന് ബസ്തർ IGP സുന്ദരാജ് പറഞ്ഞു. പരിക്കേറ്റ ജവാന്മാരെ കാട്ടിൽ നിന്നും പുറത്തെത്തിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. രഞ്ജിത്ത് അരുംകൊല, 14 പ്രതികൾക്ക് കഴുമരം. ഭരണഘടനാ ആമുഖം. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. പോലീസ് പെരുമാറ്റ സർക്കുലർ കർശനമായി നടപ്പാക്കണം. തലസ്ഥാനത്തെ തീപിടുത്തങ്ങൾക്ക് കാരണം കണ്ടെത്താൻ പഠനം. കോളേജിൽ മില്ലറ്റ് കൃഷി വിജയം, ഇനി നാട്ടിലേക്ക്. രാഷ്ട്രം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ശിവലിംഗത്തിന് ശാസ്ത്രീയ സർവേ, ഹർജിയിൽ നോട്ടീസ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ഏറ്റുമുട്ടൽ, 3 ജവാന്മാർക്ക് വീരമൃത്യു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ശിവഗിരി HSFM കേൾക്കൂ. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ശിവഗിരി HSFM 129ാമത് ആഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 8ാം ക്ലാസ് C ഡിവിഷനിലെ അനോന സിദ്ധുവിന് ശിവഗിരി HSFMന്റെ അഭിനന്ദനങ്ങൾ. 129ാമത് ആഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ശ്രീനിവാസ രാമാനുജന്റെ ജന്മസ്ഥലം. ഉത്തരം തമിഴ്നാട്ടിലെ മദ്രാസ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്ന്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങളെത്തും. ഇന്നത്തെ ശിവഗിരി HSFM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.